ഇതന്നെ ഇവിടെ എടാ അന്ന് ശരിക്കും എന്താ ഉണ്ടായേ? എടി എന്നാ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. അതിനുശേഷം എൻ്റെ ജോലി പോയി. എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം ഉണ്ടായില്ല. കഴിഞ്ഞൊരു 5 കൊല്ലത്തിനിടയ്ക്ക് എന്ത് ഡൗൺഫോൾ ഉണ്ടായാലും എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്ന അവളായിരുന്നു. പക്ഷെ അന്ന് വൈകിട്ട് എനിക്ക് വേറൊരു കോളും കൂടെ വന്നു. എടാ അച്ഛനല്ല അറിഞ്ഞു, ഇത് ശരിയാവില്ലാടാ, നമുക്ക് ഇത് നിർത്താം. അങ്ങനെ ലൈഫിൻ്റെ സർവത്ര പ്രതീക്ഷ പോകുന്ന രീതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഒരു കോൾ വേണ്ടത്. മോനെ, നീ എവിടെയാ? നീ വല്ലതും കഴിച്ചായിരുന്നോ? നീ എപ്പോഴാ വരുന്നത്? എടി അതുവരെ ഞാൻ കരുതിയിരുന്ന ശരിക്കും എന്നെ ആർക്കും വേണ്ട, എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രതീക്ഷ വയ്ക്കാൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എനിക്കായിപ്പോയി. പക്ഷെ അതിന് ശേഷം ആണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്. അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്. അങ്ങനെ പ്രതീക്ഷ വയ്ക്കാനായിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അല്ല നീ എന്നോട് പറയാണ്ടെന്നും പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത്? എന്നെ കാര്യം എന്താ? പറ, കാര്യം പറ. പറയാം. ഇനി പറ. അത് പിന്നെ എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പറയണമെന്ന് എങ്ങനെ പറയണമെന്ന് അറിയിട്ടായിരുന്നു. സോ ഐ ലവ് യു. പ്രതീക്ഷയില്ല നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റും പുറവും നോക്കിയാൽ മതി. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അടിപൊളിയാണ്.